നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും എപ്പോഴും പോസിറ്റിവിറ്റിയും ഹാപ്പിനെസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഡിപ്രഷൻ പോലൊരു ടോപ്പിക് കൈകാര്യം ചെയ്യാൻ പോകുന്നു. ശരിക്കും ഏറ്റവും അധികം ഡിലമ്മ ഉണ്ടായ ഒരു ടോപ്പിക് തന്നെയാണിത്. ഇതെടുക്കണോ വേണ്ടയോ കുറേ ദിവസമായിട്ട് ഇരുന്ന് ആലോചിക്കുകയാണ്. നമ്മളൊരു ഹാപ്പിനെസ്സിനെ നമുക്ക് വില കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വില ഉണ്ടാവണമെങ്കിൽ, പോസിറ്റിവിറ്റിക്ക് വില ഉണ്ടാവണമെങ്കിൽ നമ്മൾ പെയിൻ എന്താണെന്നും സാഡ്നെസ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സിൽ കൂടെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ പോകുമ്പോഴാണ് അതെങ്ങനെ മറികടക്കണം എന്ന് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടുപിടിക്കുക. പക്ഷെ അതിനൊന്നും ഒരു വഴി കാണാതെ ഒരു രീതിയിൽ ഒരു ഡാർക്ക്നെസ്സിൽ പെട്ടിരിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമുക്ക് ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയും കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഇടയ്ക്ക് ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചു. അവളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡിപ്രഷനിലായിരുന്നു. എനിക്ക് ആകെ കൂടെ ഷോക്കായിപ്പോയി. കാരണം എനിക്കറിയാവുന്ന കുറച്ച് സെലിബ്രിറ്റീസിൽ ഒരാളാണ്, വളരെ ബബ്ലിങ് ചേർപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് എങ്ങനെ ഡിപ്രഷൻ അടിക്കുക. പക്ഷേ എനിക്ക് മനസ്സിലായി കുട്ടി ഒരു വല്ലാത്ത ഫേസിലൂടെയാണ് കടന്നു പോകുന്നതും ആ ഫേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്തൊന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പൊ ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞത്, ധന്യ എന്തുകൊണ്ട് ഡിപ്രഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ലല്ലോ, ഞാൻ എങ്ങനെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഞാൻ പറയുക. ഫാക്ട്സ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാം, എൻ്റെ ചെറിയ എക്സ്പീരിയൻസും എനിക്ക് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ അതൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ സംസാരിക്കുന്ന പോലെ ആവില്ല. അപ്പം അവർ പറഞ്ഞു, താൻ പറഞ്ഞോളൂ, കുഴപ്പമില്ല, നല്ലോണം ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കാം. കാരണം നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഡിപ്രഷനെ കുറിച്ച്. നമ്മളുടെ മനസ്സിൽ കുറേ മിത്സ് ഉണ്ട്, കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, പക്ഷെ മറുവശത്ത് കുറേ സത്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിലൂടെ. ദ മിത്സ് ആൻഡ് ദ ട്രൂത്ത്സ് അബൌട്ട് ഡിപ്രഷൻ. Myth number 1. Depression happens only to celebrities or to students. This is absolutely untrue. സെലിബ്രിറ്റീസിന് ഒരു പക്ഷെ പലതരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ടാവും. ഫേമസ് ആവുന്നതിൻ്റെ പിറ്റ്ഫോൾസ് ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരും. അവർക്ക് പല ലേയേഴ്സിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടായിരിക്കും അവർ ഇത്രൂടെ വൾണറബിൾ. അല്ലെങ്കിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഓഫ് എക്സാംസ്, സ്ട്രെസ് ഓഫ് സ്റ്റഡിങ്, മേക്കിംഗ് ഇറ്റ് ടു കോമ്പറ്റേറ്റീവ് എക്സാംസ്, ക്ലിയറിംഗ് ദം, അതൊക്കെ ആയിരിക്കും അവരുടെ ഫാക്ടേഴ്സ്. പക്ഷെ സമൂഹത്തിലെ എല്ലാ ഏജ് ഗ്രൂപ്പ്സിലും, കുട്ടികളിൽ വരെ ഡിപ്രഷൻ കാണപ്പെടുന്നുണ്ട്. ഈവൻ ഇൻ പീപ്പിൾ ഓഫ് ഏജ് ഗ്രൂപ്പ്സ് ഓഫ് അബവ് 73-75. ഡിപ്രഷൻ കവേഴ്സ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. അതിൽ ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? ഈ 30 വയസ്സ് തൊട്ട് 40-45 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ സ്വന്തം കാര്യം നോക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും നേരമില്ല. അവർ വളരെയധികം ബിസിയാണ്. കുട്ടികളുടെ കാര്യത്തിലും ഓഫീസിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യത്തിലൊക്കെ ബിസി ആയതുകൊണ്ട് അവർ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നില്ല. പക്ഷെ അവരിലും ഡിപ്രഷൻ കാണപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് അബൌട്ട് എ സർട്ടൻ ഏജ് ഗ്രൂപ്പ് ഓർ എ സർട്ടൻ സ്ട്രേറ്റ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഈസ് അക്രോസ് ദ സ്പെക്ട്രം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. Myth number 2. There is only one type of depression. That's absolutely wrong. നമ്മുടെ മനസ്സിൽ ഡിപ്രഷൻ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരു ഇരുട്ട് മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതല്ല റിയാലിറ്റി. പല തരത്തിലുള്ള, പല സ്പെക്ട്രത്തിലുള്ള, പല ലെവൽസിലുള്ള ഡിപ്രഷൻസ് ഉണ്ട്. പല തരത്തിലുള്ള കാരണങ്ങൾ കാരണം ഉണ്ടാവുന്ന ഡിപ്രഷൻ ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. മേജർ ഡിപ്രഷൻ, മൈനർ ഡിപ്രഷൻ, എനിക്ക് തോന്നുന്നു ഡിസ്തീമിയ എന്ന് പറയുന്നത്, അതായത് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ. വേറൊരു തരത്തിൽ അവർ പറയുന്നത് പെർസിസ്റ്റന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി പെടുത്താം. പിന്നെ ബൈപോളാർ ഡിസോർഡർ കാരണം ഉണ്ടാവുന്ന ഡിപ്രഷൻ. പിന്നെ ഞാൻ അനുഭവിച്ച പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. എനിക്കിപ്പോഴും ഈയിടയ്ക്കാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, എനിക്ക് ആ സമയത്ത് ഞാൻ അനുഭവിച്ച ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണെന്നാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം വൈകിട്ട് എൻ്റെ മോക്ക് 6-7 മാസമാണ് ആദ്യത്തെ മകള് ഉണ്ടായി കഴിഞ്ഞപ്പോൾ. എന്നും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കാരണം അന്ന് സപ്പോർട്ട് എന്ന് പറയാൻ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളായിരുന്നു. അങ്ങനെ ഹെൽപ്പായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. തനിച്ചായിരുന്നു. ഹസ്ബൻഡ് ഭയങ്കര ജോലി തിരക്കായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് കുഞ്ഞിനെ ഫുൾ ടൈം ഹാൻഡിൽ ചെയ്യുക. ഉറക്കമില്ലായ്മ, ക്ഷീണം, ഫറ്റീഗ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ
എല്ലാ ദിവസവും കട്ടിലിൽ നിന്ന് എണീക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് ഞാൻ ബിൽഡിങ്ങിൻ്റെ താഴെ പോയി. എന്നും വൈകിട്ട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ താഴെ പോകും. അപ്പോൾ അവളെ കൊണ്ട് താഴെ പോയിട്ട് ഞങ്ങളിപ്പോൾ മറീൻ ഡ്രൈവിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ആ ബാക്ക് വാട്ടർ ഫേസിങ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സിൽ. എന്ത് മനോഹരമായൊരു സ്ഥലമാണല്ലേ, നല്ല വ്യൂ ഒക്കെയാണ്. പക്ഷെ എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഒരു ഒരു സ്ലാബിൽ, സിമെൻറ്റ് സ്ലാബിൽ ഇരുന്ന് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. പൊട്ടിക്കരഞ്ഞ് ഞാൻ കുറേ നേരം ഇരുന്ന് കരയാണ്. ആര് ചുറ്റുവട്ടത്തുണ്ടെന്നോ, ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുന്നോ ഒന്നും ആലോചിക്കാതെ ഞാൻ ഈ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ അന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആരോടും പറയുക പോലും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ വിഷമം, വല്ലാതെ വിഷമങ്ങൾ വരുന്നുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരിക, ആരെയും കാണാൻ താല്പര്യമില്ല, പുറത്തു പോകാൻ താല്പര്യമില്ല, ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ല, ഡ്രസ്സപ്പ് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഒരു ഫേസിലൂടെയാണ് ഞാൻ കടന്നുപോയത്. പക്ഷെ അന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആരോടെങ്കിലും അത് തുറന്നു പറയണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും ഒരു പ്രോപ്പർ ഹെൽപ്പ് തരാൻ പറ്റുമെന്ന് പോലും എനിക്ക് അത്ര പോലും വിവരം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഫേസിലൂടെയാണ് കടന്നു പോയതെന്ന്. Another misconception is that depression is not a real disease and you can't be further away from the truth. നമ്മുടെ തോട്ട്സ് ആയാലും നമ്മുടെ ഇമോഷൻസ് ആയാലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിൽ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു ശരീരത്തെ ഏത് ഭാഗമാണെങ്കിലും ഒരു ഹാർട്ടിന് ഒരു മാൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സീരിയസ്ലി ആണ് എടുക്കുന്നത്. അതുപോലെ ഒരു മാൽ ഫങ്ഷനിങ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ മെൻ്റൽ ഡിസീസസ്. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ദാറ്റ് ഡിപ്രഷൻ ഇസ് എ റിയൽ ഡിസീസ് ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ്. അത് മനസ്സിലാക്കിയാലേ അതിൽ നിന്നുള്ള സ്റ്റിഗ്മ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഡയബറ്റീസ് ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസിനാണെങ്കിലും നമ്മൾ എത്ര ശ്രമിച്ചാലും, നമ്മൾ എക്സസൈസ് ചെയ്താലും നമ്മുടെ ആഹാരമെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിച്ചാലും നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ. നമ്മൾ എല്ലാ രീതിയിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യും, നമ്മുടെ ഫാമിലിയും സിറ്റുവേഷനും എല്ലാം നല്ലതാണെങ്കിൽ തന്നെയും 100% ഗ്യാരണ്ടി ആർക്കും തരാൻ പറ്റില്ല നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല. ഇൻഫാക്ട് 1 in 10 people ദ വേൾഡ് ഓവർ അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഹൗ കോമൺ ഇറ്റ് ഇസ്. ദ നെക്സ്റ്റ് മിത്ത്, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡിപ്രഷൻ ആൻഡ് സാഡ്നെസ് ആർ ദ സെയിം. നമുക്ക് ആദ്യം സാഡ്നെസ്സിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മളെ സാഡ് ആക്കും. ചിലപ്പോൾ എക്സാംസിന് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാഡ് ആവും, അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന് സ്ഥലം മാറ്റമായി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ സാഡ് ആവും. ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, ആ പ്രൊമോഷൻ കിട്ടിയില്ല, വി വുഡ് ബി സാഡ് ഫോർ 2-3 days. ഓർ ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ്. ഇപ്പോൾ ഒരു വെതർ ചേഞ്ച് വരുമ്പോഴും നമുക്ക് ഒരു പക്ഷേ സാഡ്നെസ് ഉണ്ടാവും. പക്ഷേ ഈ സാഡ്നെസ് എല്ലാം ഡിപ്രഷൻ അല്ല. ഇൻഫാക്ട് പലപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിയത്ത് പോലുമില്ല. ചിരിച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കത്തിയൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഹൈ ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആയിരിക്കും, പക്ഷെ നമ്മൾക്കറിയില്ല അവർ ഡിപ്രസ്ഡ് ആണ്. കാരണം അവരുടെ ഡിപ്രഷൻ ടേക്സ് എ ഡിഫറെൻറ്റ് ഫോം വിച്ച് ഇസ് നംനെസ്. ദേ ഡോണ്ട് ഫീൽ എനിത്തിങ്, ദേ ഡോണ്ട് ഫീൽ ഹാപ്പിനെസ്, ദേ ഡോണ്ട് ഫീൽ സാഡ്നെസ്, ദേ ഫീൽ നത്തിങ്. ആ ഒരു നംനെസ് ആയിരിക്കും അവർക്ക് ഡിപ്രഷൻ. Not all sad people are depressed and not all depressed people are sad. The next myth, you can snap out of depression, you can cheer up, you can deal with it or you can try and be more positive. ഇത് സാധാരണ ഡിപ്രസ്ഡ് വ്യക്തികളോട് പറയാൻ ഇസ് ക്രിമിനൽ. കാരണം ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് ദാറ്റ്. യു കനോട്ട് സ്നാപ്പ് ഔട്ട് ഓഫ് ഡിപ്രഷൻ, യു കനോട്ട് ജസ്റ്റ് ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് യു കനോട്ട് ബി ജസ്റ്റ് പോസിറ്റിവിറ്റിയുടെ ഡോസ് കൊടുത്തതുകൊണ്ട് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇൻഫാക്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നീ എന്തിനാടാ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്കൊരു സിനിമ കാണാൻ പോവാം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം അവർക്ക് ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു സമയത്ത് നീ വാ എൻ്റെ കൂടെ നമുക്ക് സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഡിന്നറിന് പോവാം, നിന്റെ മൂഡൊക്കെ മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. ആൻഡ് therefore it is perhaps the best thing that you can do is probably spend a little time with him, or make him some food that he would probably like and appreciate, or get him something from outside that he needs, because he's not in a place where he's willing or eager or doesn't even want to step out of the house or maybe even his bed.
ഡിപ്രഷൻ ഹാപ്പൻസ് ബിക്കോസ് ഓഫ് എ സാഡ് സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വളരെ വലിയ ലോസസ് സംഭവിക്കാം. ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മളിൽ നിന്ന് അകന്നു പോവുക. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് യു ടു ഡിപ്രഷൻ. Depression is sadness when everything in your life is going well. ഇപ്പൊ ദീപിക പടുക്കോന്റെ എക്സാമ്പിൾ പറയാം. She spoke about depression and she said everything in her life was going well at that point in time, but she still couldn't cope up. Desperation, hopelessness, fears, sadness, numbness, ഈ കാര്യങ്ങളൊക്കെ വന്നു കൂടി. In spite of her life being what people dream of, I mean, what doesn't she have? Fame, money, a loving family, എല്ലാം ഉണ്ടായിട്ട് പോലും she was facing depression. One of our viewers wrote into me asking me to speak about depression. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഡിലെമ്മയിലായിരുന്നു. Should I talk about this subject? പക്ഷെ finally I took a decision about it, to speak about it, because I believe that there needs to be a conversation about mental illness and depression. ഒരു ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു മാനസിക രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒത്തിരി പ്രെജുഡിസും സ്റ്റിഗ്മയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് പ്രിവെൻറ്റ്സ് പീപ്പിൾ ഫ്രം സീക്കിംഗ് ഹെൽപ്പ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ആ കുട്ടിക്ക് ഒരു 11ാം ക്ലാസ് ആയപ്പോൾ there were some behavioral changes. ഈ ബിഹേവിയറൽ ചേഞ്ചസും ഈ സാഡ്നെസ്സും ഒക്കെ റെക്കഗ്നൈസ് ചെയ്തത് ആ കുട്ടിയുടെ അമ്മയാണ്. The mother recognized it. Hats off to that mom who's so broad-minded and so progressive. She took her to the psychiatrist, and the psychiatrist started his treatment, and now she is a well-functioning individual, a professional in her own right and capacity, and married to a lovely man, and she's living her life healthily, happily. That is because her mother recognized it and took the step of taking her to the psychiatrist. മറുവശത്ത് ആ അമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ ഇത് കഴിയുന്നത് ഒളിപ്പിച്ചു വെക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാതിരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഷീ വുഡ് ബി ലീവിങ് ദ ലൈഫ് ഷീ ഈസ് ലീഡിങ് റൈറ്റ് നൗ. ആൻഡ് ഷീ ഈസ് സോ ഓപ്പൺ അബൌട്ട് ഇറ്റ്. എന്നോട് എനിക്കൊന്ന് ആദ്യമായിട്ട് കേരളത്തിൽ വന്നേ പിന്നെ തുറന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ വ്യക്തി ആ കുട്ടിയാണ്. ആൻഡ് ഐ ഫൈൻഡ് ഹർ ഇമ്മെൻസ്ലി ബ്രേവ് to speak about it so openly. ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു എൻവയറമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഡിപ്രഷൻ ഉള്ളൊരു വ്യക്തി ഒരു പക്ഷെ തുറന്നു പറയില്ല ദാറ്റ് ഹി ഓർ ഷീ ഇസ് ഡിപ്രസ്ഡ്. ഒബ്വിയസ്ലി ഒന്നാമതേ സ്റ്റിഗ്മയുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് പ്രോബബ്ലി ദ ഫ്രണ്ട് ഓർ ദ ഫാമിലി മെമ്പർ who needs to recognize that and take the person to a professionally qualified person. ഒരു പക്ഷേ മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ റെക്കഗ്നൈസ് ചെയ്തേക്കാം that we have depression or some kind of a mental disorder. Then what do? You don't want to share it with your friends or your family, or you don't want to tell anybody about it. Probably your reasons are preserving your identity, or you don't want anybody to use that against you. അങ്ങനെയാണെങ്കിൽ what can you do? I think it goes a long way if you pick up that phone and make a call. There are a lot of helplines available that will properly address this issue and give you professional advice on how to deal with your mental illness. അതിന് നമ്മൾക്ക് അവരുമായിട്ട് പരിചയം ഉണ്ടാവണമെന്നോ നമ്മുടെ പേര് പോലും പലപ്പോഴും അവർ ചോദിക്കില്ല. സോ ഓൺ ദാറ്റ് അനോണിമിറ്റി ബേസിസിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ കുറേ ഹെൽപ്പ് ലൈൻസ്, കുറേ NGOs ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. I will share a few numbers down in the description box. Do check it out. I do believe that love goes a long way. ഒരു നല്ല ഫാമിലി, ഒരു നല്ല സപ്പോർട്ട് സ്ട്രക്ചർ, നമ്മുടെ നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സ് can help us, can take us a long way in this journey called life. So never hesitate to seek help if you need it, and never hesitate to give help if somebody needs it. Take care of yourself and the loved ones around you.